ചേട്ടനെ കുറിച്ച് പറയാൻ ഞാൻ ചേട്ടാന്നൊന്നും അങ്ങനെ വിളിച്ചിട്ടില്ല, ചിന്തുക്കുട്ടാന്നാണ് വിളിച്ചിട്ടുള്ളതൊക്കെ. കുഞ്ഞിനെ ചേട്ടാന്നൊക്കെ വിളിക്കുമായിരുന്നു, പക്ഷെ ആൾക്ക് ഭയങ്കര ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആളെ കളിയാക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ചിന്തുക്കുട്ട, എടാ, അങ്ങനെയൊക്കെ ഒരു രീതിയാണ്. വലിയ വയസ്സ് ഡിസ്റ്റൻസ് ഒന്നുമില്ല. എന്ത് കാര്യവും അവനൊരു കാര്യം നോ പറഞ്ഞ ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അമ്മയും അച്ഛനേക്കാളും ഒരുപാട് ഇഷ്ടം എനിക്ക് ചേട്ടനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അതിൻ്റെ ആ ഒരു അച്ഛൻ്റെ ഫീലും കൂടെ എനിക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവൻ കൂടെ ഉള്ളപ്പം ഭയങ്കര കരുതലും കെയറിങ്ങും എന്തിനും ഏതിനും ചിന്തു ഉണ്ട്. എനിക്ക് എപ്പോഴും സേഫായിട്ടുള്ള ഏതാണോ അതായിരിക്കും ചിന്തു എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. എനിക്കൊരു പഠിക്കാനാണേലും ഒരുപാട് ചിന്തിക്കും, എനിക്കത് ഓക്കെ ആണോ എന്നിട്ട് മാത്രമേ എല്ലാ കാര്യവും ചെയ്ത് എനിക്ക് വേണ്ടി തരാറുള്ളൂ. എനിക്ക് ബെസ്റ്റ് മാത്രമേ തരാറുള്ളൂ. അച്ഛനും ചേട്ടനും അമ്മയും സുഹൃത്തും എല്ലാം കൂടെയാണ് എൻ്റെ ചേട്ടൻ. അത്ര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ പുതിയ ഒരാൾ ഞങ്ങളുടെ കുടുംബത്തിലോട്ട് വരാൻ പോവാണ്. അപ്പോൾ എൻ്റെ ചേട്ടനെ പോലെ തന്നെ അതുപോലെ കൂടെ നിൽക്കുന്ന ഒരാൾ ആണ് എൻ്റെ കൂടെ എൻ്റെ ചേട്ടത്തിയായിട്ട് വരുന്നത്. ശ്രീകുട്ടി എന്ന് വിളിക്കുന്ന എൻ്റെ കുഞ്ഞു നാത്തൂനും എല്ലാവിധ വിവാഹ മംഗളാശംസകളും ഞാൻ നേരുന്നു. ബെസ്റ്റ് വിഷസ്. ചേച്ചിനെ പറ്റി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാനും ചേച്ചി തമ്മിൽ ഒരു 9 ഇയേഴ്സിൻ്റെ ഏജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഒരു എൻ്റെ സെക്കൻഡ് മദറും തന്നെ എനിക്ക് പറയാം. ഷീസ് നോട്ട് മൈ സെക്കൻഡ് മദർ, ഷീസ് മൈ മദർ. ഒരു നല്ല മാരിഡ് ലൈഫ് അവർക്കുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ ചേച്ചി ഒരു നല്ല മകളും മരുമോളും ഭാര്യയും അനിയത്തിയും അമ്മയൊക്കെ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ചിന്തിച്ചേട്ടനും എൻ്റെ ശ്രീകുളേച്ചിക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ കല്യാണത്തിന്റെ അന്ന് രാവിലെയാണ് വരുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. അവൾ എന്നെ എപ്പോഴും വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരണം എന്നുള്ള അവളുടെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. പർച്ചേസിങ് തൊട്ട് എല്ലാ ദിവസവും ഉണ്ടാവണമെന്ന്. പിന്നെ കോള് വിളിക്കും, അങ്ങനെ ഓരോ അപ്ഡേറ്റ്സ് തരുന്നുണ്ടായിരുന്നു. പുതിയ മാരീഡ് ലൈഫിലേക്ക് കടക്കുന്ന ചേച്ചിക്കും ചിന്തിച്ചേട്ടനും ഹാപ്പി മാരീഡ് ലൈഫ്.